സോണിയുടെ ഫ്ലാഗ്ഷിപ്പ് ക്യാമറ ആയിരുന്ന ആൽഫ 1ൻ്റെ സക്സസറാണ് ആൽഫ 1 മാർക്ക് 2. അപ്പോൾ ഇന്ത്യയിൽ ഏപ്രിൽ അവസാനത്തോടു കൂടി ഈ ക്യാമറ ലോഞ്ച് ചെയ്യുകയാണ്. 50.1 മെഗാ പിക്സൽ ക്യാമറ ആയിട്ടാണ് ഈ ക്യാമറ വരുന്നത്. പിന്നെ ബയോൺസ് XR പ്രൊസസ്സർ തന്നെയാണ്. പക്ഷേ R5 ഉപയോഗിച്ചിരുന്ന AI ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രൊസസ്സറിൻ്റെ അഡ്വാൻസ്ഡ് വെർഷനായിട്ടുള്ളൊരു പ്രൊസസ്സറാണ് ആൽഫ 1ൽ വരുന്നത്. 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്ക് ഫുള്ള് ഫോക്കസ് ഡിറ്റക്ഷനോട് കൂടി ഷൂട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി ഈ ക്യാമറയിൽ സോണി തരുന്നുണ്ട്. പിന്നെ 8K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് 8K വീഡിയോ റെക്കോർഡ് ചെയ്യാം. 4K 120 ഫ്രെയിം പെർ സെക്കൻഡ് വരെ 4K നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ക്യാമറയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് സ്റ്റാഗ്ഡ് സെൻസറാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അതിനകത്തും എയുടെ ഒരു സ്വാധീനമുണ്ട്. മൊത്തത്തിൽ എയ്ക്ക് നല്ല ഒരു സ്വാധീനമുള്ളൊരു ക്യാമറയാണ്. പിന്നെ IBIS പറയുകയാണെങ്കിൽ 8.5 ഇപ്പോൾ മാർക്കറ്റുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു സ്റ്റെബിലൈസേഷൻ മെത്തേഡാണ് ഉപയോഗിച്ചേക്കുന്നത്. സോണിയുടെ സ്റ്റെബിലൈസേഷൻ എപ്പോഴും എടുത്തു പറയേണ്ട ഒരു സ്റ്റെബിലൈസേഷൻ തരുന്നൊരു ക്യാമറ തന്നെയാണ്. പിന്നെ MI മൾട്ടിപ്പിൾ ഔട്ട് വഴി നമുക്ക് ഫാസ്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊക്കെയുള്ളൊരു ക്യാമറ ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും ഹൈ സ്പീഡ് കാർഡുകളല്ലാതെ ഒരു കാർഡുകളും ഇത് ഉപയോഗിക്കരുത്. അത് ക്യാമറയ്ക്കും കാർഡിനും ദോഷം വരുത്താനായിട്ട് നമ്മൾ സഹായിക്കുകയാണ് ചെയ്യുന്നത്.